സത്യപ്രതിജ്ഞയൊക്കെ ടി വിയിൽ നിന്ന് കണ്ടവരാണ്, അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ടവരാണ്. അതിൽ ഒത്തിരി ആൾക്കാരുടെ ചോദ്യമാണ് 21 മന്ത്രിമാരെ ഈ ഒരു ക്യാബിനറ്റിലുള്ളൂ, അത് എന്തുകൊണ്ടാണ് 30 ആയിക്കൂടാ 40 ആയിക്കൂടാ എന്നൊക്കെ ഉള്ള ചോദ്യം. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കേരളത്തിൽ നിയമസഭയിലുള്ള MLA-മാരുടെ മൊത്തം എണ്ണം നോക്കുകയാണെങ്കിൽ 140ആണ്. ഈ 140-ൽ 15% മാത്രമേ പാടുള്ളൂ എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ആർട്ടിക്കിൾ 164-ൽ പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ 15% വരുമ്പോഴേക്കും 15% മാത്രമേ വരാവൂ. അപ്പോൾ 140-ൽ 15% നോക്കുമ്പോൾ 21 മന്ത്രിമാർ, അതാണ് അവർ 21 മന്ത്രിമാർ ഈ ഒരു ക്യാബിനറ്റിൽ അവർ കൊണ്ടുവരാൻ കാരണം. അതുപോലെ തന്നെ എത്രയാണ് മിനിമം മന്ത്രിമാർ ഉണ്ടായിരിക്കണം എന്നുള്ളത് 12 മന്ത്രിമാരായിരിക്കണം. 12 മന്ത്രിമാരായിരിക്കണം ഈ ഒരു ക്യാബിനറ്റിൽ മിനിമം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ആദ്യം അതൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അമെൻമെൻറ്റ് എന്തിനാണിത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ 2003-ൽ ഈ ഒരു അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത് ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ പിന്നെ അത്യാവശ്യ ദൂരത്തും പിന്നെ ഓവർ പിന്നെ MLA-മാരൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും ചിലവ് വരും, അതൊക്കെ ചുരുക്കാനും അതുപോലെ അഴിമതികൾ നിയന്ത്രിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം അവർ കൊണ്ടുവന്നത്, ഗവൺമെൻറ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളെല്ലാവർക്കും അറിയാത്തവർക്ക് ഇതൊന്ന് എത്തിക്കുക, ഷെയർ ചെയ്യുക.